പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക്. 57 ആണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ച വോട്ട് ഈ പ്രാവശ്യം നിലനിർത്തായിട്ടില്ല. യു.ഡി.എഫിന് 1470 വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ യു.ഡി.എഫിന് കുറഞ്ഞ ഒരു സ്ഥിതിയാണ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് മത്സരിച്ച് ജയിക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലത്തിന്റെ പട്ടികയിലല്ല നിലമ്പൂർ നിയോജക മണ്ഡലം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറേ കാലമായി ഞങ്ങൾ മത്സരിച്ച സന്ദർഭങ്ങളിൽ ഓരോ ഘട്ടങ്ങളിലും ലഭിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം വസ്തുതാപരമായി നിങ്ങളെല്ലാം കയ്യിൽ ഉള്ളതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പുറമേ കുറച്ചുകൂടി വോട്ട് ലഭിക്കുമ്പോഴാണ് എൽ.ഡി.എഫിന്റെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് അവിടെ ജയിച്ച് വരാൻ സാധിക്കുന്നത്. യു.ഡി.എഫിനെതിരെയുള്ള വോട്ടുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. യു.ഡി.എഫിന് ലഭിച്ച വോട്ടുകൾ എവിടെ നിന്നാണ് എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞ വോട്ടാണ് ഇപ്രാവശ്യം ലഭിച്ചതെങ്കിലും ആ വോട്ടുകൾ തന്നെ ലഭിക്കുന്നത് വർഗീയ ശക്തികളുടെ പിൻബലത്തോടുകൂടിയാണ്. ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി തന്നെ വിധി വരുന്നതിന് മുമ്പ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു അവർക്ക് മുമ്പ് അവിടെ 12,284 വോട്ട് വരെ ലഭിച്ചിട്ടുണ്ട്. ഇത്തവണ ലഭിച്ച വോട്ട് 8,706 എന്നുള്ളതാണ് കണക്ക്. ബി.ജെ.പി വോട്ടുകൾ ജയസാധ്യതയില്ല എന്ന് മനസ്സിലാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ഇടതുപക്ഷം ജയിക്കാതിരിക്കാൻ വലതുപക്ഷത്തിന് വോട്ട് നൽകിയതായി ആര്യാടൻ ഷൗക്കത്തിന് അങ്ങനെ തന്നെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. വോട്ട് നൽകിയതായി എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുമ്പും വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്, അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല ഇതിനു മുമ്പുള്ള തെരഞ്ഞെടുപ്പിലും പോപ്പുലർ ഫ്രണ്ടിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി, ജമാഅത്തെ ഇസ്ലാമിന്റെ വോട്ട് ഞങ്ങൾക്ക് കിട്ടി. അന്നൊന്നും പ്രതിഷേധിക്കാതിരുന്നവർ എന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടുന്ന ഒരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ ഇന്ത്യയിൽ ലോകത്ത് തന്നെ ഈ വ്യാഖ്യാനത്തോടുകൂടി അവരെ കൂടി ചേർത്ത് ഞങ്ങളൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചു എന്ന് ഇപ്പോഴും പറയുമ്പോഴും നേരത്തെ സഹകരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ആ ഒരു നിലപാട് സ്വീകരിച്ചവർ യു.ഡി.എഫ് ആണ്, കോൺഗ്രസും അതുപോലെ തന്നെ ലീഗുമാണ്. ഇതിപ്പം തൽക്കാലം കുറച്ച് വോട്ട് അവർക്ക് ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന
ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ഭൂരിപക്ഷ വർഗീയതയെ ഉപയോഗിക്കുക, നേരെ മറുഭാഗത്ത് ന്യൂനപക്ഷ വർഗീയതയെ, അതും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനയെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മൊത്തം വോട്ടിൽ വർധന ഉണ്ടായിട്ടും യഥാർത്ഥത്തിൽ UDF-ന് ആ വർധനവിനനുസരിച്ച വർധന ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് നിലനിർത്താനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വിജയത്തിൻ്റെ UDF-നെ സംബന്ധിച്ചുള്ള എല്ലാ ഘടകങ്ങളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ വർഗീയ തീവ്രവാദ ശക്തികളെ കൂടി ചേർത്ത് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് നേടാൻ സാധിച്ചിട്ടുള്ള ഒന്നാണ്. സ്വാഭാവികമായിട്ടും ഇത് സാമൂഹ്യ ജീവിതത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ സമൂഹത്തിൽ ഗൗരവകരമായ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മതനിരപേക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ജനാധിപത്യ ശക്തികൾ ഈ ഗൗരവതരമായ അവസ്ഥ തിരിച്ചറിയണം എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. എല്ലാ വർഗീയ ശക്തികളെയും മാറ്റി നിർത്തിക്കൊണ്ടാണ് നിലമ്പൂരിലെ മതനിരപേക്ഷ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രയും വമ്പിച്ച വോട്ട് നൽകിയിട്ടുള്ളത്. 66,660 വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി സഖാവ് സ്വരാജിന് ലഭിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എല്ലാ വർഗീയ ശക്തികളെയും ഒന്നിച്ചു നിർത്തി കള്ളപ്രചാരവേല നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ആക്രമിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിയിരുന്നത്. അതിനെ അതിജീവിച്ചുകൊണ്ട് മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും മതനിരപേക്ഷ ജനവിഭാഗങ്ങളുടെ പിന്തുണ നേടാനും നല്ല നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത. ഈ രാഷ്ട്രീയം കൂടുതൽ ശക്തമത്തായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം. അപ്പോൾ ഈ അവിശുദ്ധമായ കൂട്ടുകെട്ടുകളെയും അത് കേരളത്തിൻ്റെ ഭാവിയിൽ ഉണ്ടാക്കാവുന്ന സാമൂഹ്യ പ്രത്യാഘാതങ്ങളെയും നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ജനങ്ങളും തിരിച്ചറിയാനുണ്ട്, തിരിച്ചറിയണം. തീർച്ചയായും ഈ ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ തരാതരം പോലെ ഉപയോഗിക്കുന്ന ഈ UDF-നും കോൺഗ്രസ് ലീഗ് ഉൾപ്പെടെ മതനിരപേക്ഷതയ്ക്ക് വരുത്തുന്ന അപകടകരമായ ഈ ഭീഷണി കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ജനാധിപത്യപരവും മതനിരപേക്ഷപരവുമായ ഉള്ളടക്കമുള്ള ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കേരളത്തിൽ തീർച്ചയായും നമുക്ക് അതിൻ്റെ പ്രതിരോധം തീർത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കോൺഗ്രസും ലീഗും BJP-യും ഒക്കെ ചേർന്ന് മത്സരിച്ച തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ കേരളത്തിൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുള്ളതാണ്. അന്ന് പലപ്പോഴും മറ നീക്കി ജനങ്ങളോട് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടല്ല അത്തരം നീക്കങ്ങൾ നടത്തിയിട്ടുള്ളത്. അതെല്ലാം അണിയറയിൽ അവർക്ക് പറഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ചില വേഷംകെട്ടുകളോടുകൂടിയാണ് അത്തരം യോജിച്ച മത്സരങ്ങൾ അവർ നടത്തിയത്. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തി ഈ ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം ഉപയോഗിക്കാൻ അതിന് കൃത്യമായ രീതിയിൽ അവർക്ക് തന്നെ ഞങ്ങൾക്കതിൻ്റെ പിന്തുണ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ
യാതൊരു മാനസിക പ്രയാസവും ഇല്ലാതെ തന്നെ പറയാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പത്രസമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ. അപ്പോൾ ഇതടിസ്ഥാനത്തിൽ പരിശോധിച്ചാൽ UDF ജനപിന്തുണ വർദ്ധിച്ചിരിക്കുന്നു എന്ന വാദം അടിസ്ഥാനപരമായിട്ട് തെറ്റാണ് എന്ന് കാണാൻ കഴിയും. അവരുടെ ജനപിന്തുണ കുറയുകയാണ് ചെയ്തത്. പിന്നെ ഗവൺമെന്റ് വിരുദ്ധ വികാരമാണ് പ്രകടിപ്പിക്കപ്പെട്ടത് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഗവൺമെന്റ് വിരുദ്ധമായ ഒരു കാര്യവും ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് UDF സാധിച്ചിട്ടില്ല. അപ്പോൾ നിലമ്പൂര് അവർ ജയിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ ആ ജയിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു വികാരത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ വിജയമുണ്ടായത് എന്ന് പറയുന്നതിന് ഒരു തരത്തിലുള്ള അടിസ്ഥാനവും അവരുടെ മുമ്പിൽ ഇല്ല. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജനഹിതം മനസ്സിലാക്കി ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ആവശ്യമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് അന്നും ഇന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അത് ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തുടർഭരണത്തിലേക്കുള്ള നീക്കം തീർച്ചയായിട്ടും സാധ്യമാവുന്ന ഒന്നായിരിക്കും. അതിപ്പോഴും ചില നേതാക്കന്മാരിവിടെ സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് നിലനിൽക്കുന്നത് എന്നൊക്കെ പറയുന്ന നില ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല രീതിയിൽ മുന്നേറാൻ സാധിക്കുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെയും ബാധകമാണെന്നാണ് ഈ 66,660 വോട്ട് ലഭിക്കുന്നതിലൂടെ ഞങ്ങൾ അവസാനം ഇവിടെ മത്സരിച്ചപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വോട്ട് നിങ്ങൾക്കെല്ലാം നല്ലതുപോലെ അറിയുന്നതാണ്. ആ വോട്ട് ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും അവസാനം മത്സരിച്ച അൻവറിന് മുമ്പ് മത്സരിച്ച സ്ഥാനാർത്ഥി കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അന്ന് 60,000-ഓളം വോട്ടാണ് കിട്ടിയത്. ഇപ്പോഴും 66,000-ലധികം വോട്ട് ലഭിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. പിന്നെ സ്വതന്ത്രന്റെ വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ജയിച്ചത്. രണ്ട് ടേമിലും അൻവറിന് ലഭിക്കുന്ന വോട്ട് കൂടി ചേർത്തുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജയിക്കാൻ സാധിച്ചത്. ഇപ്പോഴും സ്വാഭാവികമായിട്ടും ആ വോട്ടിന്റെ കുറവ് ഉണ്ടായിട്ടുണ്ട്. ആ വോട്ടിന്റെ കുറവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് സത്യമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ വളരെ ഫലപ്രദമായിട്ട് തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഈ വിധിയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ്. അതിന്റെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയ ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പോരാട്ടം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ നല്ല രീതിയിലുള്ള മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നിലമ്പൂരിൽ തോറ്റെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇവിടെ ഇതിനു മുമ്പ് അവിടെ മത്സരിച്ചത് ആര്യാടൻ മുമ്പ് 2000 മത്സരിക്കുമ്പോഴും യഥാർത്ഥത്തിൽ 42% വോട്ട് മാത്രമേ ഞങ്ങൾക്ക് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നേരത്തെ പറഞ്ഞില്ലേ, അവസാനം മത്സരിച്ചത് അൻവറിന് മുമ്പ് മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ വോട്ടാണ് കിട്ടിയിരുന്നത്. നമ്പറല്ല പറയുന്നത്, ശതമാനം വോട്ടാണ് കിട്ടിയിരുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടുന്ന അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടുകൾ എങ്ങനെയൊക്കെയാണ് ഇനി പ്രതീക്ഷിച്ചതുപോലെ എങ്ങനെയാണ് കുറവുണ്ടായത് എന്നുൾപ്പെടെ അത് ഞങ്ങൾ പരിശോധിക്കാം. ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിക്കുകയും ചെയ്യുക. ഏതായാലും പാർട്ടിയുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമായി നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നിലമ്പൂരിന്റെ വിധി വന്നപ്പോഴും ഉള്ള നമ്മുടെ ചിത്രം. ഈ ഭരണവിരുദ്ധ വികാരം ഏത് തോതിൽ അവിടെ വീശിയെന്നാണ് മനസ്സിലാക്കുന്നത്? ഒരു തരത്തിലുള്ള വിരുദ്ധ വികാരം അവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നുമല്ലോ. ഇതിപ്പോ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കിട്ടിയ വോട്ട് എത്രയോ വർദ്ധിക്കണ്ടേ? ഇതിപ്പോ ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെയുള്ള SDPI കിട്ടിയത് വളരെ ചെറിയ വോട്ടല്ലേ കിട്ടിയിട്ടുള്ളൂ. ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്ന ഒരു മഴവിൽ സഖ്യം അങ്ങനെ പറയുമോ എന്ന് ചില ആൾ ചോദിക്കണ്ടേ. ആ മഴവിൽ സഖ്യം വെച്ചുകൊണ്ടല്ലേ ഇവർക്ക് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത്. അങ്ങനെ അല്ലാതിരുന്നപ്പോൾ കിട്ടിയ വോട്ട് ഇവർ കിട്ടിയില്ല, UDF കിട്ടിയില്ല. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടെങ്കിൽ ഇത് ഒരു ലക്ഷക്കണക്കിന് വോട്ട് ആയി വർദ്ധിക്കണ്ടല്ലേ? ഒരു വികാരം ഉണ്ടായിട്ടില്ല.
പക്ഷെ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 790 വോട്ടാണ് UDF സ്ഥാനാർത്ഥിക്ക് ഇത്തവണ കുറവ് കിട്ടിയത്. പക്ഷെ LDF സ്ഥാനാർത്ഥിക്ക് 14,567 വോട്ടിന്റെ കുറവ്. LDFന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് അന്ന് സ്വതന്ത്രനും കൂടി കൂട്ടിയല്ലേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലെ മത്സരിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന സ്വതന്ത്രമാര് വോട്ടില്ലേ, ആ വോട്ടും ഇടതുപക്ഷ ജനാധിപത്യമുന്നണിയുടെ വോട്ടും കൂടി ചേർത്തല്ലേ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത്. ഇപ്രാവശ്യം സ്വതന്ത്ര വോട്ടില്ലല്ലോ. അത് കുറച്ചല്ലേ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അനുസരിച്ചാണെങ്കിൽ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സമയത്താണ് മാത്രമാണ് ഈ അടുത്ത കാലത്ത് അത് പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് മുമ്പ് അക്കാര്യം പാർട്ടിക്ക് അറിയില്ലേ? നന്നായിട്ട് അറിയാം. ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയമായ ഒരു മത്സരം നടക്കട്ടെ എന്ന് തീരുമാനിച്ചു. ഇല്ല, പരീക്ഷയൊന്നും പാടിയില്ല. വളരെ നല്ല മത്സരമാണ് നടത്തിയത്. രാഷ്ട്രീയ മത്സരം തന്നെയാണ് നടത്തിയത്. എന്ത് രണ്ടഭിപ്രായം പറയുന്നത്? രാഷ്ട്രീയമായി നല്ല മത്സരമാണ് സംഘടിപ്പിച്ചത്. ഞങ്ങൾ അടിത്തറയിൽ കേൾക്ക് ഞങ്ങളുടെ അടിത്തറയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മാറ്റം ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുണ്ട്. ജയിച്ചത് എങ്ങനെയാണ്? ജയിച്ചത് ഞങ്ങളുടെ വോട്ടും അതുപോലെ സ്വതന്ത്രന്റെ വോട്ടും രണ്ടും ചേരുമ്പോഴാണ് അവിടെ ജയിക്കുന്നത്. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അത് സ്വതന്ത്രന്റെ വോട്ടുണ്ടെന്ന് വെക്കല്ലേ. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ രാഷ്ട്രീയ മത്സരം നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും വിജയമല്ലേ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സ്ഥാനാർത്ഥി നിർത്തുമ്പം അവസാനം വിജയിക്കുക എന്നതല്ലേ നോക്കേണ്ടത്? അല്ല, വിജയം മാത്രമൊന്നുമല്ല മത്സരത്തിന്റെ അടിസ്ഥാനം. അത് ചില ആളുകൾ തീരുമാനിക്കുന്നതാണ്. ജയിച്ചാലും തോറ്റാലും രാഷ്ട്രീയമായിട്ട് മത്സരിക്കണമല്ലോ. ആ മത്സരമാണ് അവിടെ സംഘടിപ്പിച്ചത്. നല്ല മത്സരമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിലുള്ള മത്സരമാണ്. ഞങ്ങൾക്ക് ചില നിയോജക മണ്ഡലങ്ങളിൽ ഞങ്ങൾ മാത്രം മത്സരിച്ച രാഷ്ട്രീയ മത്സരത്തിന്റെ ഭാഗമായിട്ട് മാത്രം ജയിക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പുറത്തു നിൽക്കുന്ന ജനങ്ങളുടെ തന്നെ കൂടി വോട്ട് ലഭിക്കത്തക്ക രീതിയിൽ സ്വതന്ത്രന്മാരുടെ വോട്ട് അതും കൂടി ചേർത്ത് ജയിക്കുന്ന നില പല മണ്ഡലത്തിലും ഉണ്ടായിട്ടുണ്ട്. ഈ അൻവർ പിടിച്ച വോട്ട് കൂടുതലും LDF വോട്ടാണ് എന്നാണ് അൻവർ പറയുന്നത്. കണക്കുകൾ നോക്കുമ്പോൾ അത് ഏതാണ്ട് അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യും. ഞങ്ങളുടെ വോട്ട് അൻവർ പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് ഒരു ഉറപ്പ് വരുത്തേണ്ടതാണ്. കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. കുറച്ച് വോട്ട് പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ അൻവറിന് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്ത വോട്ട് CPM-ന് ഇത്തവണ കുറഞ്ഞു. അൻവർ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മത്സരിച്ചപ്പോൾ അൻവറിന് കൊടുത്ത വോട്ട് ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നത് സത്യമാണ്. അതാണ് കാര്യം. അതാണ് അങ്ങനെ മത്സരിച്ചാൽ മാത്രം ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് നിലമ്പൂർ നിയോജക മണ്ഡലം. അതാ കാര്യം. സ്ഥാനാർത്ഥിനെ നിങ്ങൾ ഓരോന്നിങ്ങനെ പറഞ്ഞു. അതായത് ജയിക്കല് മാത്രമല്ലല്ലോ മത്സരം എന്ന് പറയുന്നത്. അല്ലല്ല, രാഷ്ട്രീയ മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുന്ന ജയിക്കൽ വേണ്ടി ഭരണത്തിൽ വരുന്നു എന്നുള്ളത്